Hi students, optical fiber optics എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ചില ടേംസ് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ, ആക്സെപ്റ്റൻസ് ആംഗിൾ, ന്യൂമറിക്കൽ അപ്പേർച്ചർ, അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അതൊക്കെ ഉള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. Based on refractive index profile, optical fibers can be classified into step index fiber and graded index fiber. അതേപോലെ തന്നെ optical fibers can be classified into single mode fibers and multimode fibers based on number of modes. ഈ modes എന്താണ്, refractive index profile എന്താണെന്നൊക്കെ നമ്മൾ പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് മോഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിംഗിൾ മോഡ് ഫൈബറും മൾട്ടി മോഡ് ഫൈബറും. ഏറ്റവും ഒടുവിലായിട്ട് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ദം വി ക്യാൻ ക്ലാസിഫൈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആസ് പ്ലാസ്റ്റിക് ഫൈബേഴ്സ്, ഗ്ലാസ് ഫൈബേഴ്സ്, PCS പോളിമർ ക്ലാഡ് സിലിക്ക ഫൈബേഴ്സ്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈല് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഉണ്ട്, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്താണെന്ന് പറയാം. നമ്പർ ഓഫ് മോഡ്സ് സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. മോഡ് എന്താണ് എന്ന് പറയാം. മെറ്റീരിയൽസ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് ഫൈബർ, ഗ്ലാസ് ഫൈബർ, പോളിമർ ക്ലാഡ് സിലിക്ക ഫൈബർ എന്നിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇനി ആദ്യം നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്താണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്താണ്, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്താണ് എന്നാണ് പറയുന്നത്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫാണ് ശരിക്കും. ആ ഗ്രാഫിൽ എലോങ് എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് ആക്സ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് കാണിച്ചിട്ടുണ്ടാവുക. എലോങ് വൈ ആക്സിസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇറ്റ് ഈസ് എ പ്ലോട്ട് ഇൻ വിച്ച് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ ആക്സ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ടേക്കൺ എലോങ് എക്സ് ആക്സ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ടേക്കൺ എലോങ് വൈ ആക്സിസ്. ഓക്കെ, it is a plot in which distance from the optical axis of the fiber is taken along x-axis and refractive index is taken along y-axis. Such a graph is known as refractive index profile. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്നും ഗ്ರೇഡഡ് ഇൻഡെക്സ് ഫൈബർ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് ഒന്നുകൂടി വ്യക്തമാവും ചെയ്യും. എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ? വളരെ സിമ്പിളാണ്. നമുക്കറിയാം കോർ ക്ലാഡിങ്, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അല്ലേ. ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കോൺസ്റ്റൻസ് ആണെങ്കിൽ സച്ച് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ നോൺ ആസ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ്. ഇഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബോത്ത് കോർ ആൻഡ് ക്ലാഡിങ് ആർ കോൺസ്റ്റൻസ്, അതായത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്നാണ് എടുക്കാറുള്ളത്, ക്ലാഡിങ്ങിൻ്റെ N2 എന്നാണ് എടുക്കാറുള്ളത്. രണ്ടും കോൺസ്റ്റൻറ്റുകളാണെങ്കിൽ, അത് ചേഞ്ചിങ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഒരിക്കലും മാറി മാറി വരുന്നില്ലെങ്കിൽ അത്തരം ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് വിളിക്കാം. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ വിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ബോത്ത് കോർ ആൻഡ് ക്ലാഡിങ് ആർ കോൺസ്റ്റൻസ് നോൺ ആസ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഇനി ആ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണ് കാണിക്കുന്നത്. നോക്കുക, ഇവിടെ കോറ് കാണിച്ചിരിക്കുന്നു. കോറിൻ്റെ റേഡിയസ് A ആണ്, A. ഇനി അത് കഴിഞ്ഞാൽ ക്ലാഡിങ് കാണിച്ചിരിക്കുന്നു അല്ലേ. നോക്കുക, ഇവിടെ ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. കണ്ടോ, വൈ ആക്സിസ്. ഇത് നോക്കിയോ, ഒപ്റ്റിക്കൽ ആക്സിസ് ഏതിലൂടെയാണ് കടന്നു പോവുക? ഈ കോറിൻ്റെ സെൻറ്ററിലൂടെയാണ് കടന്നു പോവുക അല്ലേ. ആ ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ആക്സിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്ക്, ഇവിടെ ഈ കോറിൻ്റെ ഈ ഒരു എൻഡ് വരെ അല്ലേ, കോറിൻ്റെ ആ ഒരു കോർ ക്ലാഡിങ് ഇൻ്റർഫേസ് വരെ, അങ്ങനെ പറയാം നമുക്ക്, കോർ ക്ലാഡിങ് ഇൻ്റർഫേസ് വരെ ഒപ്റ്റിക്കൽ ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? A ആണ്. അപ്പോൾ A ഇവിടെ അതുപോലെ തന്നെ കോർ ക്ലാഡിങ് ഇൻ്റർഫേസ് വരെ A ആണ്. അപ്പോൾ ഇവിടെയും ഈ ഡിസ്റ്റൻസ് A എന്ന് കൊടുക്കാം അല്ലേ. A എന്താണ്? റേഡിയസ് ഓഫ് ദ കോറാണ്. അപ്പോൾ നോക്കുക, അതുവരെ ഈ A to A, ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? N1 ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്, കാരണം കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ എന്താ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ N1 ആണ്. കണ്ടോ, ഇവിടെ N1 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ A to A റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് N1 എന്ന് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞാൽ ഈ കോർ ക്ലാഡിങ് ഇൻ്റർഫേസ് കഴിഞ്ഞാൽ പിന്നെ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിനേക്കാളും കുറയുകയാണ്, അറിയാലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ് ഈസ് ലെസ് ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോറാണ്. അപ്പോൾ N2 ആണ്. ആ N2 പക്ഷേ കോൺസ്റ്റൻ്റ് ആണ്. ആ ക്ലാഡിങ്ങിൽ ഉടനീളം ഇതുവരെയും അല്ലേ, ഇതുവരെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ ഒരു എൻഡ് വരെ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയായിട്ട് തന്നെ തുടരുകയാണ്? N2 ആയിട്ട് തന്നെ.
ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വൈ ആക്സിന് അലോങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ N1 ആണ് വരുന്നത്, ഇവിടെ എത്രയാണ് N2 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഓഫ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. ഓക്കെ, ഇനി നമുക്ക് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലും നോക്കാം. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ കാര്യം പരിഗണിച്ചാൽ അതിൻ്റെ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻറ്റ് തന്നെയാണ്, അതായത് N2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് തന്നെയാണ്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് പ്രശ്നം. ഒപ്റ്റിക്കൽ ആക്സിസ് കടന്നു പോകുന്ന കോറിൻ്റെ സെൻറ്ററിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആയിരിക്കും. പിന്നെ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലേക്ക് പോകുന്തോറും ഫ്രം ദ ഒപ്റ്റിക് ആക്സിസ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലേക്ക് പോകുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. Such optical fiber is known as graded index fiber. In graded index fiber, from the optical axis to the core cladding interface, refractive index gradually decreases from its maximum value. Okay, maximum value എവിടെയായിരിക്കും? ഒപ്റ്റിക് ആക്സിസ് കടന്നു പോകുന്ന കോറിൻ്റെ സെൻറ്ററിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് വരെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ കുറഞ്ഞു വരും. ബട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിംഗ് ഈസ് കോൺസ്റ്റൻറ്റ് ഹിയർ ആൾസോ. ഓക്കെ, അപ്പോൾ അത്തരം ഒപ്റ്റിക്കൽ ഫൈബറിനെയാണ് നമ്മൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. നോക്കി നോക്കുക, ഒപ്റ്റിക്കൽ ഫൈബർ in which refractive index is maximum at optical axis and it is gradually decreasing when moving optic axis to the core cladding interface. അതായത് അതിൻ്റെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോറ്, ഇതാണ് ക്ലാഡിങ് അല്ലേ. കോറിൽ നോക്കി നോക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആണ്, N1 ആണ്. കോറിൽ അതിൻ്റെ സെൻറ്ററിൽ അഥവാ ഒപ്റ്റിക് ആക്സിസ് പാസ് ചെയ്ത് പോകുന്ന സെൻറ്ററിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം വാല്യൂ ആണ് N1 ആണ്. എന്നാലും നോക്കി നോക്ക്, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടേക്ക് അല്ലേ. നേരത്തെ ഇവിടെ N1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പതുക്കെ കുറയാണ്, ഗ്രാജുവലി ഡിക്രീസ് ചെയ്യാണ്. കണ്ടോ, ഇവിടെ ഒപ്റ്റിക് ആക്സിൽ നിന്ന് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് വരെ എന്ത് ചെയ്യുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലി ഡിക്രീസസ്. അങ്ങനെ ഡിക്രീസ് ചെയ്തിട്ട് ഒപ്റ്റിക്കൽ ഇവിടെ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ആവുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആവുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അല്ലേ, അതായത് ഇതുവരെ എന്ന് പറയാം നമുക്ക് അല്ലേ, അതായത് ഈ ക്ലാഡിങ്ങിൻ്റെ ഈ ബൗണ്ടറി വരെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര ആയിട്ട് തന്നെ തുടരുന്നു? N2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ തുടരുന്നു. അപ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മാക്സിമം at the optical axis and is gradually decreases from optical axis to the core cladding interface. Then refractive index of the cladding is constant here also. Such optical fiber is known as graded index fiber. ഇനി ഇതിനെ നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട്, അതായത് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് അല്ലേ, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് ആക്സിസ്. അതായത് ഒപ്റ്റിക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുന്നത്. ആ ഫംഗ്ഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. നോക്കി നോക്ക്, N(r) is equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. R എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് ആക്സിസ് ആണ് കേട്ടോ. ഈ ഒപ്റ്റിക് ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് R, അതിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇവിടെ N1 റൂട്ട് ഓഫ് 1 - 2 ഡെൽറ്റ R/A ഹോൾ റേസ് ടു R/A ഹോൾ റേസ് ടു ആൽഫ അറ്റ് കോർ. കോറിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് N1 is equal to റൂട്ട് 1 - 2 ഡെൽറ്റ R/A ഹോൾ റേസ് ടു ആൽഫ അറ്റ് കോർ. N1 എന്താണ്? മാക്സിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറ്റ് ദ കോർ, അല്ലെങ്കിൽ ആ ഒപ്റ്റിക് ആക്സിസ് കടന്നു പോകുന്ന സ്ഥലത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N1. ഡെൽറ്റ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ആണ്, നമുക്കറിയാം. R ആണ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് ആക്സിസ്, A എന്താണ്? റേഡിയസ് ഓഫ് ദ കോർ ആണ്. ആൽഫ മോസ്റ്റ് ഓഫ് ദ ഫൈബേഴ്സിന് ആൽഫയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, 2 ആണ് കേട്ടോ. ഇനി N2 ഇവിടെ N(r) N2 ആണ് അറ്റ് ക്ലാഡിങ് അല്ലേ. ക്ലാഡിങ്ങിൽ മൊത്തം എത്ര തന്നെയാണ്? N2 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയാം. ഇനി നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിലും ഈ രീതിയിൽ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. അവിടെ എങ്ങനെയായിരുന്നു? N(r) is equal to N1 അറ്റ് കോർ, N2 അറ്റ് ക്ലാഡിങ്. N1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരുന്നു കോറിൽ, N2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരുന്നു ക്ലാഡിങ്ങിൽ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിലും ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ നമുക്ക് പറയാനുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കോൺസ്റ്റന്റ് ആണ്. ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൽ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് തന്നെയാണ്, പക്ഷേ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒപ്റ്റിക് ആക്സിസ് കടന്നു പോകുന്നിടത്ത് മാക്സിമവും ഫ്രം ദ ഒപ്റ്റിക് ആക്സിസ് ടു ദ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് ഗ്രാജുവലി ഡിക്രീസിംഗും ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈലുകൾ വരച്ച് പഠിക്കുക, കമ്പാരിസൺ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഇതിനെ സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ എന്നിങ്ങനെ ഒപ്റ്റിക്കൽ ഫൈബറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പറയണത്. നോക്കുക, നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് റേസിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഒരു ലൈറ്റ് റേക്ക് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഡിഫറെൻറ്റ് പാത്സിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്പർ ഓഫ് അലോഡ് പാത്സ്
for light rays in an optical fiber known as number of modes for that light ray in that optical fiber. അതായത് ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ലൈറ്റ് റേക്ക് പോസിബിൾ ആയിട്ടുള്ള അല്ലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് പാത്ത്സ്, ഡിഫറെൻറ്റ് പാത്ത്സ്, അതിനെ പറയുന്ന പേരാണ് മോഡ്സ്. നമുക്ക് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് അലോഡ് പാത്ത്സ് ദാറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ ലൈറ്റ് റേസ് വിത്തിൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഇവിടെ നോക്കി നോക്ക്, ലൈറ്റ് റേക്ക് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഇതാ ഇങ്ങനൊരു പാത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു അല്ലേ, ഇങ്ങനൊരു പാത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നു, വേറൊരു പാത്താണ്. അങ്ങനെ പല പാത്തുകൾ ലൈറ്റ് റേസിന് ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്പർ ഓഫ് അലോഡ് പാത്ത്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മോഡ് എന്ന് പറയുക. മോഡ്സ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ മോഡ്സ് ആർ ദ നമ്പർ ഓഫ് അലോഡ് പാത്ത്സ് ദാറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ ലൈറ്റ് റേസ് വിത്തിൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഈ നമ്പർ ഓഫ് മോഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്റ്റിക്കൽ ഫൈബറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ മോഡ് ഫൈബർ SMF എന്ന് വിളിക്കും, SMF. മൾട്ടി മോഡ് ഫൈബർ MMF. അപ്പോൾ എന്താണ് സിംഗിൾ മോഡ് ഫൈബർ? ഇവിടെ നമ്പർ ഓഫ് പാത്ത്സ് റെസ്ട്രിക്റ്റഡ് ടു 1 ആണെങ്കിൽ, ഓക്കെ, നമ്പർ ഓഫ് അലോഡ് പാത്ത്സ് ഫോർ ലൈറ്റ് റേസ് വിത്തിൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ലിമിറ്റഡ് ടു 1. സച്ച് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് നോൺ ആസ് സിംഗിൾ മോഡ് ഫൈബർ അല്ലേ. അതായത് ഒരു പാത്ത് മാത്രമാണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എലോങ് ഒപ്റ്റിക് ആക്സിസ് ആവട്ടെ, ഒപ്റ്റിക് ആക്സിന് ലോങ് ആയിട്ടുള്ളൊരു പാത്തായിരിക്കും. അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ സിംഗിൾ മോഡ് ഫൈബർ എന്നാ പറയുക. ഇഫ് നമ്പർ ഓഫ് അലോഡ് പാത്ത്സ് ഫോർ ദ ലൈറ്റ് റേസ് ഈസ് ലിമിറ്റഡ് ടു 1 in an optical fiber which is through the optical axis of it, such fiber is known as single mode fiber. അതായത് ഒപ്റ്റിക് ആക്സിലൂടെയുള്ള ഒരു സിംഗിൾ അലോഡ് പാത്ത് മാത്രമാണ് അതിനകത്തുള്ളൂ, ഒരു ലൈറ്റ് റേക്ക് ലഭിക്കുന്നുള്ളൂ എങ്കിൽ അത്തരം ഒപ്റ്റിക്കൽ ഫൈബറിനെ സിംഗിൾ മോഡ് ഫൈബർ എന്നാണ് വിളിക്കുന്നത്. ഇനി നോക്കുക, അതുപോലെ തന്നെ മൾട്ടി മോഡ് ഫൈബർ അപ്പം എന്തായിരിക്കും? ഇഫ് നമ്പർ ഓഫ് അലോഡ് പാത്ത്സ് ഫോർ ലൈറ്റ് റേസ് വിത്തിൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലെ, ഒന്നിൽ കൂടുതൽ അലോഡ് പാത്ത്സ് ലൈറ്റ് റേസിന് ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്തൂടെ ഉണ്ടെങ്കിൽ അത്തരം ഒപ്റ്റിക്കൽ ഫൈബറിനെ നമ്മൾ മൾട്ടി മോഡ് ഫൈബർ MMF എന്ന് വിളിക്കുക. ഇഫ് നമ്പർ ഓഫ് അലോഡ് പാത്ത്സ് ഫോർ ലൈറ്റ് റേസ് ഇൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ഗ്രേറ്റർ ദാൻ 1 സച്ച് ഫൈബർ ഈസ് നോൺ ആസ് മൾട്ടി മോഡ് ഫൈബർ. അത്തരം ഫൈബർ നമ്മൾ മൾട്ടി മോഡ് ഫൈബർ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഒരു മൾട്ടി മോഡ് ഫൈബർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 അലോഡ് പാത്ത്സ് കാണിച്ചിരിക്കുന്നു. ഒന്ന് നോക്കി നോക്ക്, ഇതാ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ നിന്ന് ലാർജ് ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ഒരു പാത്ത് അല്ലേ, ഇതൊരു മോഡാണ് അല്ലേ. ഈ മോഡിൻ്റെ പ്രത്യേകത ലാർജ് ആംഗിളിലാണ് അത് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ ഓരോ തവണയും ലാർജ് ആംഗിളിൽ, നല്ല ഉയർന്ന ആംഗിളിലാണത് പിന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ആ ലൈറ്റ് റേ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ കുറവാണ് അല്ലേ. അപ്പോൾ അത്തരം മോഡിനെ നമ്മൾ പറയുന്ന പേരാണ് ലോവർ മോഡ്. എന്താ പറയുക, ലോവർ മോഡ്. നമുക്ക് rays reflected with large angles at core cladding interface are said to be following lower order mode അല്ലേ. അപ്പോൾ ആ റേസ് ഫോളോ ചെയ്യുന്നത് ലോവർ ഓർഡർ മോഡാണെന്ന് പറയാം. ലാർജ് ആംഗിൾസിൽ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് കുറഞ്ഞ സമയം മാത്രം സ്പെൻഡ് ചെയ്യുന്ന പിന്നെ മോഡാണ് ലോവർ ഓർഡർ മോഡ്. ഇനി ഹയർ ഓർഡർ മോഡാണ് ഈ കാണിച്ചിട്ടുള്ളത്, കണ്ടോ, ഒരുപാട് തവണ അല്ലേ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണ്, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ എന്താണ്, കുറവാണ് അല്ലേ. അങ്ങനെയുള്ള മോഡിന് നമ്മൾ പറയുന്ന പേരാണ് ഹയർ ഓർഡർ മോഡ്. കണ്ടോ, റേസ് റിഫ്ലക്റ്റഡ് അറ്റ് സ്മോളർ ആംഗിൾസ് അറ്റ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ് ആർ നോൺ ആസ് ഹയർ ഓർഡർ മോഡ് അല്ലേ. കുറഞ്ഞ ആംഗിളിൽ സ്മോൾ ആംഗിൾസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന, കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് കോറിനകത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഒക്കെ പിന്നെ ഹയർ ഓർഡർ മോഡാണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഇതാണ് പിന്നെ നമ്മുടെ മൾട്ടി മോഡ് ഫൈബറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ മോഡ്സ് എന്താണെന്ന് പറഞ്ഞു, സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ, ലോവർ ഓർഡർ മോഡും ഹയർ ഓർഡർ മോഡും എന്താണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഓക്കെ, നമ്മൾ 3 ടൈപ്പുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഏതൊക്കെയാണത്? സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് 3 ഫൈബേഴ്സാണ്. ഏതൊക്കെയാണ്? സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ. ഒരിക്കലും സിംഗിൾ മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഇല്ല കേട്ടോ. ബാക്കി 3 ടൈപ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പിൻ്റെ പിന്നെ കൺസ്ട്രക്ഷന്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്.